നമസ്കാരം. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലിരുന്ന കാലത്തോളം തന്നെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പഴയ ചീട്ടെടുത്തിട്ടൊന്ന് ആളാവാൻ നോക്കിയതാണ് സഭയിൽ. പക്ഷെ ഇതൊക്കെ എത്ര കണ്ടതാ എന്റെ പ്രിയകെ. അപ്പനപ്പൂപ്പന്മാർ ചെയ്ത ചരിത്രത്തിന്റെ പേരിൽ ആള് കളിക്കാതെ ഒന്നേ ഒന്ന് ഇന്ത്യയിൽ അഭിമാനത്തോടെ ചെയ്തു എന്ന് പറയാവുന്ന ഒരൊറ്റ കാര്യം പറയാനുണ്ടോ ഈ കുടുംബ പാരമ്പര്യവാദികൾ? ദേശീയഗാനമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. പാർലമെന്റിൽ ചെയ്ത പ്രസ്താവന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വർഷങ്ങൾ ജയിലിൽ ചെലവഴിച്ചു എന്നത് കോൺഗ്രസ് ഉപയോഗിക്കുന്ന പതിറ്റാണ്ടുകളായുള്ള അതേ പഴയ രാഷ്ട്രീയ നാടക രീതിയുടെ മറ്റൊരു ഉദാഹരണമാണ്. രാജ്യത്തിന്റെ വികസനത്തെക്കാൾ കുടുംബത്തിന്റെ ത്യാഗകഥകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തെ അത് വീണ്ടും വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്നത്തെ ഇന്ത്യ ആ പഴയ കഥകൾ കേട്ട് വിറയ്ക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന ഒരു രാജ്യമല്ല. ഇന്ന് ഇന്ത്യ ശക്തമായി ചോദിക്കും, നാടിന് ആവശ്യമായത് പഴയ കുടുംബ ചരിത്രമാണോ, യാഥാർത്ഥ്യത്തിലുള്ള നേതൃപാടവമാണോ എന്ന്. കുടുംബ പാരമ്പര്യത്തിൽ തൂങ്ങി ഒരു ചുക്കും ചെയ്യാതെ പിന്തുടർച്ച അവകാശം പോലെ ഭരണം കൈയടക്കി വെച്ചിരുന്നത് കൊണ്ടാണ് ഒടുവിൽ ഇന്ത്യയിലെ ജനങ്ങൾ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞു. മോദി 12 വർഷമായി പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും പ്രിയങ്ക പറഞ്ഞു. പിന്നീട് അദ്ദേഹം 17 വർഷം പ്രധാനമന്ത്രിയുമായി. നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് കടന്നാക്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം ISRO സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മംഗൾയാൻ ഉണ്ടാകുമായിരുന്നില്ല. DRDO തുടങ്ങിയില്ലായിരുന്നെങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം IIT-കളും IIM-കളും സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ IT രംഗത്തെ കുതിപ്പുണ്ടാകുമായിരുന്നില്ല. നെഹ്റു എയിംസ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കുമായിരുന്നു എന്നും പ്രിയങ്ക ചോദിച്ചു. രാജ്യത്തിനായി ജീവിച്ച് രാജ്യത്തെ സേവിച്ചു മരിച്ച വ്യക്തിയാണ് നെഹ്റു. സ്വാതന്ത്ര്യ സമരകാലത്ത് 9 തവണ 32,000 ദിവസത്തിലധികം ഏതാണ്ട് 9 വർഷത്തിനടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നെഹ്റുവിനെ അധിക്ഷേപിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അക്കാര്യത്തിൽ മോദിക്ക് ഇഷ്ടമുള്ളത്ര സമയം പാർലമെന്റിൽ സംവാദം നടത്താൻ കോൺഗ്രസ് ഒരുക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു. അങ്ങനെ നെഹ്റു വിഷയത്തിൽ ഒരു തീർപ്പ് വരുത്തിയിട്ട് തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും സംസാരിക്കുമെന്നും പ്രിയങ്ക പരിഹസിച്ചു. ജയിലിലുള്ള സമയം രാജ്യനിർമ്മാണത്തിന് ഒരു അളവുകോലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന് എന്നൊരു ശക്തനായ ഭരണാധികാരിയുടെ ആവശ്യമില്ലായിരുന്നു എന്നുകൂടി പ്രിയങ്ക ഇത് പറയുമ്പോൾ തിരിച്ചറിയണം. എന്നാൽ 2014 മുതൽ ഇന്ത്യ ഒരിക്കൽ പോലും രാജ്യത്തെ നയിക്കാൻ കുടുംബശ്രേഷ്ഠതയെയും ത്യാഗകഥകളെയും ആശ്രയിച്ചിട്ടില്ല. ഇന്ത്യ ഇന്ന് തിരഞ്ഞെടുക്കുന്നത് നേതൃത്വം, വികസനം, സുരക്ഷ, വൈശ്വിക അംഗീകാരം എന്നിവയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ UP-യിലെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, രാജ്യത്താകമാനമുള്ള കോൺഗ്രസിന്റെ തകരാറുകൾ, ഇതൊക്കെ ചേർന്നാൽ ഒരു കാര്യം വ്യക്തമാകും: കോൺഗ്രസ് പഴയ ഗാന്ധി നെഹ്റു കാലത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. മോദിയുടെ ആഗോള സ്വാധീനം, വിദേശ നയത്തിലെ ഉറച്ച നിലപാട്, പ്രതിരോധ വികസനം, ഒരു അഴിമതിരഹിത ഭരണ സംസ്കാരത്തിനുള്ള ശ്രമം, ഇതെല്ലാം ഇന്ത്യയെ ലോകം കണക്കിലെടുക്കുന്ന, വിശ്വാസത്തിലെടുക്കുന്ന, മൂല്യം നൽകുന്ന ഒരു ശക്തമായ ദിശയിലേക്ക് നയിച്ചു കഴിഞ്ഞു. നെഹ്റുവിന്റെ ജയിലിലെ അനുഭവങ്ങളെ വില കുറച്ചു കാണേണ്ടതില്ല. പക്ഷെ അത് ഇന്നത്തെ രാഷ്ട്രീയ പരിധിയിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതാകട്ടെ പൊതുജനങ്ങളെ വില കുറച്ചു കാണുന്ന ഒരു നിലപാടാണ്. രാജ്യത്തിന് ഇന്ന് വേണ്ടത് പുതിയ തൊഴിൽ സാധ്യതകളാണ്, സാങ്കേതിക പുരോഗതിയാണ്, സംരംഭങ്ങൾ വളരാനുള്ള അന്തരീക്ഷമാണ്, അതിർത്തികൾ സുരക്ഷിതമാക്കുന്ന ശക്തിയാണ്. ഇവയെല്ലാം മോദി സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ വ്യക്തമായി കാണുന്ന വികസന സത്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കൾ ഇന്നും സ്വാതന്ത്ര്യ സമരം, ത്യാഗം, കുടുംബ പാരമ്പര്യം തുടങ്ങിയ പഴയ താളങ്ങളാണ് ആവർത്തിക്കുന്നത്. എന്നാൽ അവരുടെ സ്വന്തം ഭരണകാലം പരിശോധിക്കുമ്പോൾ അഴിമതിയും സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളും രാഷ്ട്രീയ കലാപങ്ങളും എല്ലാം ചരിത്രം തന്നെ തുറന്നു പറഞ്ഞു. സ്വയം പ്രഖ്യാപിച്ച ത്യാഗബോധം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകില്ല, മറിച്ച് ഇന്ത്യയെ വർഷങ്ങളോളം അത് പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. അതേസമയം മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു പൊതുവിശ്വാസത്തോടെ മുന്നേറുകയാണ്. ആഗോള വേദികളിൽ രാജ്യത്തിന്റെ ശബ്ദം ശക്തമായി കേൾക്കപ്പെടുന്നു. പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും നിർണായക വിഷയങ്ങളിൽ ഇന്ത്യ ഉറച്ച നിലപാട് കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യമായ യാഥാർത്ഥ്യ നേതൃത്വത്തിന്റെ നിലപാട്. പ്രിയങ്ക ഗാന്ധി പറയുന്ന കുടുംബ ചരിത്രം കാലഹരണപ്പെട്ട കഥയാണ്. രാജ്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടത് ചരിത്രത്തിന്റെ നിഴലല്ല, നിലവിലെ ശക്തമായ ഭരണത്തിന്റെ വെളിച്ചമാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ പോകുന്നത് പ്രിയങ്ക അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും മാത്രമാണ്. അതിനാൽ നെഹ്റുവിന്റെ ജയിലിലെ ദിവസങ്ങളും മോദിയുടെ നേതൃത്വവും ഒരേ തൂക്കത്തിൽ തൂക്കാനാവില്ല പ്രിയങ്ക.